ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വാഗമണ്ണിലാണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യം ആ വീഡിയോ കാണണം. നമ്മളുടെ മൂലമറ്റം വഴി വാഗമണ്ണിലേക്കുള്ള യാത്ര, അതായിരുന്നു നമ്മളുടെ ഫസ്റ്റത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കാണണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വാഗമണ്ണിൽ കാണാൻ പോകുന്നത് അഡ്വഞ്ചർ പാർക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് അഡ്വഞ്ചർ പാർക്ക് നോക്കിയാണ് വന്നത്. അങ്ങനെ ആദ്യം അഡ്വഞ്ചർ പാർക്കിലേക്ക് എൻട്രി കടന്നതിന് ശേഷം ഫസ്റ്റ് അവിടെ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഫ്ലവർ ഷോ ഒക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ ദേ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആട്ടോ. അങ്ങനെ നമ്മൾ കാർ പാർക്ക് കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ദേ നടന്നു തുടങ്ങിയിട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. നസമോളൊക്കെ ഇതാ പോകുന്നുണ്ട്, ഇച്ചാനും അപ്പൂസും. അങ്ങനെ എല്ലാവരും ഭയങ്കര ത്രില്ലിലാട്ടോ. ഹായ് പറ, ഹായ് പറഞ്ഞേ, ഹായ് ഗൈസ് പറ. ഹലോ ഗൈസ് എന്ത് ചെയ്തൊരു അങ്ങനെ നമുക്ക് ഫസ്റ്റ് തന്നെ സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം അല്ലേ. ഫസ്റ്റ് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ, എങ്ങനെയാണ് സിപ്പ് ലൈനിൽ പോണേന്നൊക്കെ. പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ അല്ലേ, പറന്നൊക്കെ പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അങ്ങനെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാം കേട്ടോ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് 280 രൂപയാണ് കേട്ടോ. ഇതാ അവിടെ വേറൊരു റൈഡ് കണ്ടോ, കേബിൾ സൈക്ലിംഗ് ഒക്കെ. ഇവിടെ വരുമ്പോൾ ശരിക്കും ഇവിടുത്തെ എല്ലാ റൈഡും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഞങ്ങൾക്ക് എല്ലാ റൈഡും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല, ടൈമില്ലായിരുന്നു. നമ്മൾ 1 ഡേ അല്ല വന്നേ. അപ്പോൾ നേരത്തെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമുക്ക് ഓരോ റൈഡിലും കയറാൻ പറ്റുന്നത്. നമുക്ക് പിന്നെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ ടിക്കറ്റ് വന്നപ്പോൾ എടുത്തിട്ട് നമുക്ക് ടൈം കിട്ടിയത് 2:30-ക്കാണ്. അപ്പോൾ അതുവരെ നമ്മൾ ഇവിടെ പോസ്റ്റാണ്. എല്ലാതും ഇതേപോലെ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ്
നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു സ്ഥലവും ഇവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാ അവിടെ വേറെ ഒരു കണ്ടോ ഊഞ്ഞാൽ. വാവ്, സൂപ്പറായിട്ടുണ്ട് അല്ലേ. വരുമ്പോൾ ശരിക്കും ഒരു ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള റൈഡുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ റൈഡും എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്നൊരു ടൈം അല്ലെങ്കിൽ ഒരു വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ആകുമ്പോൾ ടൈമിന് അവിടെ എത്തണം കറക്റ്റായിട്ട്. പിന്നെ ബാക്കിയുള്ള റൈഡുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യണം, കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവും. എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, കാരണം അത്രയും അടിപൊളിയാട്ടോ. അങ്ങനെ ഞങ്ങൾ വാച്ച് ടവർ കാണാൻ പോയിട്ട് അവിടെ നിന്ന് നടന്നു. എന്നാൽ വാച്ച് ടവറിനോട് എത്തിയപ്പോൾ ഞാനും വാച്ചും മേലെ കയറിയില്ല. ബാക്കി എല്ലാവരും മേലെ കയറി. ഇക്കയും അളിയനും പിള്ളേഴ്സും അവരെല്ലാവരും മേലെ കയറി കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് താഴെ ഇറങ്ങി വന്നു. അടിപൊളിയായിരുന്നു എന്നാട്ടോ അവരും പറഞ്ഞത്. ചില്ല ഗ്ലാസ് ബ്രിഡ്ജ് പറ. ഗ്ലാസ് ബ്രിഡ്ജ് ഇതാ നമ്മളവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ വന്നു. അതിനുശേഷം എന്താ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറേണ്ട ഏകദേശം ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. എന്നാൽ നെച്ചു ആണെങ്കിൽ ഭയങ്കര വാശിയായിരുന്നു, നല്ല കരച്ചിലും. ഒട്ടും ആരുടെയും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല, ഫുള്ള് കരച്ചിലായിരുന്നു. അങ്ങനെ ദാ ഐബയും പിള്ളേരും അളിയനും ആച്ചും എല്ലാവരും എന്താ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അവരൊക്കെ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. എന്നാൽ നെച്ചു കരച്ചിലായിട്ട് ഭയങ്കര വാശിയായിട്ട് ഞാൻ നെച്ചുവിനെ എടുത്ത് പുറത്തേക്ക് നടന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ടൈം ആവുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ നമ്മളുടെ ടൈം ആയിരിക്കുന്നു. ഒരു ഡ്രീം കം ട്രൂ മൂമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ എന്താ പറയുക, ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ, അതേപോലെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദാ നമ്മളെ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് ചേർക്കുക കേട്ടോ. അവിടെ അയറ്റത്തുള്ളവർ ഇങ്ങോട്ട് വന്നാലാണ് നമുക്കതിന് ശേഷം പോകാൻ പറ്റുള്ളൂ. ആകെ 5 മിനിറ്റ് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് പോരണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദേ ഗ്ലാസ് ബ്രിഡ്ജ് ദേ നടക്കുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര അടിപൊളിയായിരുന്നു. ആണെങ്കിൽ വല്ലാതെ വാശി തന്നെയായിരുന്നു കേട്ടോ. ഇതുവരെ ഇല്ലാത്ത ഒരു ഭയങ്കര വാശിയായിരുന്നു. എന്നാൽ എടുത്ത് നടക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നെച്ചുവിനെ നടത്തിക്കന്നെ വേണ്ടേ. അപ്പോൾ അവൾ വാശി പിടിച്ചിട്ടും അവളെ എടുക്കാൻ പറ്റിയിരുന്നില്ല. പതുക്കെ നടത്തിക്കേണ്ടായിരുന്നു. പക്ഷെ കരഞ്ഞ് ആകെ വയ്യാതായിട്ടോ. കാണണം, എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊരെണ്ണം തന്നെയായിരുന്നു എനിക്ക് ഗ്ലാസ് ബ്രിഡ്ജ് എന്നതും. അപ്പോൾ എനിക്ക് കയറണമെന്ന് ഒരുപാട് മോഹമുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ ആ ഒരു ആഗ്രഹം യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു.
അപ്പോൾ ഈ ഒരു മൂമെൻറ്റിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അത്രയും എൻജോയ് ചെയ്യാൻ പറ്റി. നെച്ചു കരയുന്ന ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, എങ്കിലും ആ സ്വപ്നം കണ്ട ഒരു നമുക്ക് ആ ഒരു യാഥാർത്ഥ്യമാവുന്ന ഒരു ടൈമിൽ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അപ്പോൾ അതെനിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അടിപൊളി എക്സ്പീരിയൻസാണ്. ഒരിക്കലും നമുക്ക് കൊടുക്കുന്ന പൈസക്ക് ഒരു മുതലെന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ്. ഒരാൾക്ക് 250 രൂപയാട്ടോ. പക്ഷെ ആ ഒരു പൈസ പോയാലും അതൊരിക്കലും കൂടുതലല്ല, കാരണം അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കണം. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കണ്ടു. അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് പൈൻ ഫോറസ്റ്റ് കാണാനാണ്, പൈൻ വില്ല്. അപ്പോൾ ഇതാ നമ്മൾ കാറ് ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് ഇതാ നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ വരുന്ന വഴിക്ക് ഐബക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കമായി, സേബയും ഉറങ്ങി, നെച്ചു അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നെച്ചുവിനെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. ഐബ ഉറങ്ങിയപ്പോൾ ഇക്ക പിടിച്ചു. അങ്ങനെ അപ്പൂസും ഇച്ചാനും അളിയനും ആച്ചും എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരൊക്കെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമാധാനം ഉണ്ടാവും. എടുക്കേണ്ട ഒരു കഷ്ടപ്പാടുള്ളോ. എല്ലാത്തിനും ഭയങ്കര പൈസ ആയിരിക്കൂടാ. ആ ഇതിലെ തിന്നണതാണോ? ഓക്കേടാ കിളിക്കൂടും. അതിന്റെ പുറത്ത് കയറി കൈബാനെടുത്ത് ക്ഷീണിച്ചു ഗൈസ്. എങ്ങനെയുണ്ട് നടത്താം? അപ്പോൾ ഇത് നമ്മുടെ പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിയാണ് ഗൈസ്. അപ്പൂസിന് പൈനാപ്പിൾ വേണം. അല്ല അപ്പൂസ് നടന്നെങ്കിലും രസമില്ലേ? സൂപ്പർ ഗൈസ്, സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു. നമ്മൾ മൂവികളിലും സോങ്ങിലൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് വീഡിയോയിൽ എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. അയ്യോടെ
വേണ്ട വേണ്ട ഞാൻ ആ കുരങ്ങനെ നോക്കിയത്, പക്ഷെ കുരങ്ങനവിടെ സൂം ചെയ്തപ്പോ കുരങ്ങൻ ഹായ് ഹായ് ഇനി ചാനു ചാനു നെച്ചു നടക്ക്. ഐബക്കുട്ടീനെ അവിടെ കിടത്തിയിട്ട് ഐബക്കുട്ടിയുടെ പാൻറ്റിൻ്റെ ബാക്കിലൊക്കെ ഫുള്ള് ചെളിയായിരുന്നു കേട്ടോ. പാൻറ്റ് ഫുള്ള് അഴുക്കായി. ദായിക്ക നെച്ചൂനെയും കൊണ്ട് പതുക്കെ നടന്നു. ഞങ്ങളെല്ലാവരും മേലൊക്കെ കയറി അങ്ങനെ അവിടെ ഓടി കളിക്കുകയൊക്കെ ചെയ്തു പിള്ളേർ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി, ഞങ്ങൾക്കും ഇഷ്ടമായി. കാരണം ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടാൽ ആർക്കല്ലേ ഇഷ്ടമാവാത്ത? ഇഷ്ടമായില്ല എന്ന് പറയുന്നത് തന്നെ മോശമല്ലേ? ആർക്കായാലും ഇഷ്ടപ്പെടും. അത്ര മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഞങ്ങളങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരുടെ ഫോട്ടോസും എടുത്തു. അങ്ങനെ ഇവിടുത്തെ കുറച്ച് വീഡിയോസുകൾ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഫോട്ടോക്ക് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ ഫോട്ടോസുകളും എടുത്തു. അങ്ങനെ ഇച്ചാനും ഐബയും കൂടിയിട്ട് അവിടെ നോക്കിക്കുന്നുണ്ട്. ഇക്കൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഐബക്കുട്ടിക്ക്. അപ്പൂസ് പതുക്കെ അവിടെ നിന്ന് ചാടാനുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മൾ ഐബക്കുട്ടീനെയും നെച്ചൂനൊക്കെ ഇരുത്തിക്കൊക്കെ അവിടെ കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഇപ്പം തന്നെ ഒരുപാട് ടൈമായി. ഒരുപാട് സമയം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ബാക്കി കുറച്ച് ടൈമേ ഉള്ളൂ. ആ കുറച്ച് ടൈമിൽ നമുക്ക് മാക്സിമം എന്തൊക്കെ കാണാം എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മൊട്ടക്കുന്നിലേക്കാണ്. എന്നാൽ നമ്മളിവിടെ എത്തിയപ്പോഴത്തേനും ടൈം കഴിഞ്ഞിരുന്നു. എല്ലാതും ക്ലോസ് ചെയ്തു കേട്ടോ. നമ്മളപ്പോൾ അഡ്വഞ്ചർ പാർക്കിൽ തന്നെ ഒരു 3 മണി വരെ നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ടൈമൊക്കെ ആയി. എല്ലായിടത്തും ഇനി ക്ലോസ് ചെയ്തോന്ന് പറയാൻ പറ്റില്ല. ടിക്കറ്റ് എടുക്കാൻ ഒരു ടൈം ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ കാണാൻ പറ്റുമെന്ന്. നമ്മൾ എത്തിയിരിക്കുന്നത് തങ്ങൾപ്പാറയിലാണ്. എന്നാൽ കാറൊക്കെ എടുക്കുന്ന കണ്ടപ്പോൾ വിചാരിച്ചു കയറാൻ പറ്റുമെന്ന്. പറ്റിയില്ല, ടൈം കഴിഞ്ഞിരുന്നു. ഞങ്ങളാകെ ഫീലായി കേട്ടോ. അങ്ങനെ അങ്ങ് പിന്മാറി പോകാൻ പറ്റില്ലല്ലോ, ആഗ്രഹിച്ചൊരു സ്ഥലത്ത് വന്നിട്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലേസിലും കൂടി പോയിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ അടുത്തതായിട്ട് പോയത് എക്കോ പോയിന്റിലേക്കാട്ടോ. എക്കോ പോയിന്റിൽ എത്തിയപ്പോൾ
തകർത്ത് മഴ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആയിരുന്നു കേട്ടോ. നല്ല കാറ്റും ഇടിവെട്ടും മിന്നലും ഒക്കെ ആയിട്ട് നല്ല മഴ കേട്ടോ. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. കാരണം ഇത്രയും ടോപ്പിൽ മലയുടെ മേലെ നിന്ന് മഴ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയ്ക്ക് ഇത്രയും ഫീലുണ്ടോ എന്ന് വിചാരിച്ചു പോയി. അത്ര രസമായിരുന്നു കേട്ടോ. കാറ്റൊക്കെ വീശുമ്പോൾ ശരിക്കും പേടിയായിരുന്നു. കാരണം നമ്മൾ ശരിക്കും പറന്ന് പോണ പോലെ തോന്നി. പറന്നെങ്ങാനും താഴെ വീണാലോ എന്ന് വിചാരിച്ചു. അതേപോലത്തെ കാറ്റായിരുന്നു കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇടി വെട്ടുമ്പോൾ ശരിക്കും നിന്ന് ഫുള്ള് കുലുങ്ങുന്ന പോലെയായിരുന്നു. ഏറ്റവും മലയുടെ ഏറ്റവും ടോപ്പിലല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ശരിക്കും കുലുങ്ങുന്ന പോലെയായിരുന്നു. അങ്ങനെ പിള്ളേരൊക്കെ മഴ പെയ്തപ്പോൾ കാറിലാക്കിയിട്ട് ഞങ്ങൾ 4 പേര് മാത്രം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പുറത്ത് പോയി. അങ്ങനെ അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അത്രയും എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതുവരെ 2 ടിക്കറ്റ് കിട്ടാതെ നമ്മൾ തിരിച്ചു പോകുന്ന ഈ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, വിഷമമൊക്കെ മാറി ഇവിടെ എത്തിയപ്പോൾ അത്രയും നമ്മളുടെ ട്രിപ്പ് തന്നെ അത്രയും എൻജോയ് ചെയ്ത പോലെയായി. അത്രയും ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ തിരിച്ച് പോകാൻ പോകുന്നത്. എന്ത് രസമല്ലേ കാണാൻ. ശരിക്കും വീഡിയോയിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ശരിക്കും നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് മടങ്ങി പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ അവിടെ ആലപ്പുഴ ജിങ്കാന എന്ന മൂവിയിലെ ഒരു ആക്ടർ, അപ്പോൾ ആൾ കൂടെയൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുട്ടായി തുടങ്ങിയിട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി ഒരു തവണ കൂടി വരണം. അടുത്ത തവണയൊക്കെ വരുമ്പോൾ ശരിക്കും ഇവിടെ വരുമ്പോഴേ ഇവിടെ വന്ന് 2 ദിവസം നിന്നിട്ട് അത്രയും കാണാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ. ശരിക്കും അഡ്വഞ്ചർ പാർക്കിലൊക്കെ ഒരു ദിവസം മുഴുവൻ ശരിക്കും നമ്മൾ അവിടെ സമയം സ്പെൻഡ് ചെയ്യണം. അപ്പം നമുക്ക് എല്ലാ റൈഡിലും കയറി ഒരു ദിവസം ഫുള്ള് അവിടെ നിന്ന് അതിന് ശേഷം നമുക്ക് മറ്റ് പ്ലേസുകളിലേക്കൊക്കെ പോകാം നെക്സ്റ്റ് ഡേ. അങ്ങനെ ശരിക്കൊരു പ്ലാൻ ഉണ്ടാക്കി വരണമെന്ന് വെച്ചാൽ അടിപൊളിയാട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഒരു തവണ കൂടി വരണം. അടുത്ത തവണയൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അത്രയും ഹാപ്പി ആയിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ച് മടങ്ങുകയാണ്. അടിപൊളി ട്രിപ്പായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് വണ്ടിയിലാകെ 2 കട്ടേ ഉള്ളൂ പെട്രോൾ. അപ്പോൾ എങ്ങാനും ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് വണ്ടി എങ്ങാനും ഓഫായി പോയാലോ പണിയാകില്ലേ എന്ന് വിചാരിച്ചു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇക്കാക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കുറച്ച് പോയപ്പോൾ ആകെ 1 കട്ടയായി. 1 കട്ട വെച്ചിട്ട് എവിടം വരെ പോകുമെന്ന് അറിയില്ല. ഓഫായി പോയാൽ അവിടെ കിടക്കും എന്നുള്ള ലെവലിൽ ഞങ്ങൾ നേരെ പോയി. അങ്ങനെ ഓഫായി പോയൊന്നുമില്ല. കറക്റ്റായിട്ട് പെട്രോൾ പമ്പിൻ്റെ അവിടെ എത്തി. ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ കയറി. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും അത്രയും എൻജോയ് ചെയ്തൊരു യാത്ര തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? ആയിരുന്നു വാഗമൺ. നല്ല അടിപൊളി പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ ആരെങ്കിലും പോകാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും പോകാം. നല്ല അടിപൊളി പ്ലേസ് തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്ത് അഭിപ്രായമായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.